ബാഹുബലി ആ ഗാർഡ്സ് എല്ലാവരും കൂടെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ബാക്കി ആളുകളും നമ്മൾ ഇവിടെ തന്നെ കിടന്ന് മരിക്കേണ്ടി വരും, നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും ബാഹുബലിയും ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അത്രയും കാലം അവിടെ ബാഹുബലി കൂട്ടിവെച്ചിരുന്ന എല്ലാ ആയുധങ്ങളും അവർക്ക് കൊടുത്തു. അങ്ങനെ ബാഹുബലി കൊടുത്ത ധൈര്യത്തിൽ അവരും പുറത്തേക്ക് ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിലൊരുത്തൻ അവരെ ചതിച്ചു. ഗാർഡ്സ് എല്ലാവരെയും പിടിച്ചു കെട്ടി എത്ര ധൈര്യമുണ്ടായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതെന്ന് പറഞ്ഞ് ബാഹുബലിയെ കൊല്ലാൻ നിന്നതും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് കട്ടപ്പെ രക്ഷിച്ച ആൾ അങ്ങോട്ട് വരുന്നത് അത് രക്തദേവന്റെ സേനാധിപതിയായിരുന്നു. സർ, ഇവൻ എല്ലാവരെയും ചേർത്ത് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി, ഇവനെ കൊല്ലണമെന്ന് ഗാർഡ്സ് പറഞ്ഞു. അത് കേട്ടതും ഇവനെ എനിക്ക് ആവശ്യമുണ്ട്, പെട്ടെന്ന് അവന്റെ മുറിവുകളെല്ലാം വെച്ച് കിട്ടു എന്ന് പറഞ്ഞു. അതേ ടൈമിൽ കട്ടപ്പക്ക് ബോധം വന്നു. നീ ആരാണ്, നീ എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ടതും കട്ടപ്പ, നീ ആരാണെന്ന് എനിക്കറിയാം, നിനക്ക് ജീവിക്കണോ മരിക്കണോ, നിന്നെ മകേഷ്മതിയിൽ നിന്ന് പുറത്താക്കി, ഇനി നിന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഇത് കേട്ടതും ഒന്നും പറയാതെ നിന്ന കട്ടപ്പയുടെ അടുത്ത് എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, അത് ഞാൻ നാളെ നിറവേറ്റാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ കൂട്ടിലടച്ച ബാഹുബലിയെ കാണിക്കണേ. സേനാധിപതി അങ്ങോട്ട് വന്നിട്ട് നിന്നെ ഞാൻ നിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാം, പകരം നീ നിനക്ക് തുല്യമായ ഒരു യോദ്ധാവുമായി ഫൈറ്റ് ചെയ്യണം, അതെനിക്ക് കണ്ട് രസിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ മാസ്ക് ഇട്ട് കൊടുത്തു. ഇതിട്ടിട്ട് വേണം നീ ഫൈറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു. ബാഹുബലി ഒരു സിംഹത്തിന്റെ മാസ്ക് ഇട്ടു ആ അരേനയിലേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ എതിരെ നിൽക്കുന്നത് കട്ടപ്പയാണ്. എതിരെ നിൽക്കുന്നത് ബാഹുബലിയാണെന്നും കട്ടപ്പയ്ക്കും അറിയില്ല.